ജെറുസലേം തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ പ്രധാന കേന്ദ്രമായ ബിൻ ജെബയിൽ സൈന്യമുടൻ കീഴടക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഹിസ്ബുള്ളയ്ക്ക് നേരെ സൈനിക നീക്കം ശക്തമായി തുടരുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. എന്നാൽ ലബനനുമായി സമാധാന ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ തലസ്ഥാനം എന്നാണ് ബിൻ ജബലയിലെ വിശേഷിപ്പിച്ചത് നെതന്യാഹു. ഹിസ്ബുള്ളയുടെ വലിയ കോട്ടയെ തങ്ങൾ ഉടൻ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. കഴിഞ്ഞ 40 വർഷത്തിനിടെ ഇതാദ്യമായാണ് ലബനനുമായി ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നത്. ഇസ്രയേൽ സൈനികമായി വളരെ ശക്തമായതുകൊണ്ടാണ് ലബനൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകുന്നതെന്ന് നെതന്യാഹു പറഞ്ഞു. ഹിസ്ബുള്ളയെ നിഷ്ക്രിയമാക്കുക, ശക്തിയിലൂടെ സുസ്ഥിരമായ സമാധാനം ഉറപ്പാക്കുക എന്നിവയാണ് ചർച്ചയിലെ ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇറാനുമായുള്ള ചർച്ചകളിൽ അമേരിക്കയും ഇസ്രയേലും ഒരേ ലക്ഷ്യത്തോടെയാണ് നീങ്ങുന്നത്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച ആണവ പദാർത്ഥങ്ങൾ നീക്കം ചെയ്യുക, ആണവശേഷി ഇല്ലാതാക്കുക, ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. ചർച്ചകൾ ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും വീണ്ടും യുദ്ധമുണ്ടായാൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ ഇസ്രയേൽ സജ്ജമാണെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. അതേസമയം ഇസ്രയേലും ലബനനും തമ്മിൽ പ്രഖ്യാപിച്ച 10 ദിവസത്തെ വെടിനിർത്തലിന് പിന്നിൽ ഇറാന്റെ ശക്തമായ സമ്മർദ്ദമാണെന്ന ആരോപണവുമായി ലബനൻ പാർലമെന്റ് അംഗം രംഗത്തെത്തി. ഇറാന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വഴങ്ങിയെന്നും ഇസ്രയേലിനെ കൊണ്ട് വെടിനിർത്തൽ കരാർ അംഗീകരിപ്പിച്ചത് ട്രംപാണെന്നും അദ്ദേഹം ആരോപിച്ചു. ലബനൻ പാർലമെന്റിൽ സംസാരിക്കുമ്പോഴാണ് ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള പാർലമെന്റ് അംഗം ഈ പരാമർശം നടത്തിയത്. ഇറാന്റെ വ്യക്തമായ സമ്മർദ്ദമാണ് വെടിനിർത്തലിലേക്ക് നയിച്ചതെന്ന് ഹുസൈൻ ഹാജ് ഹസൻ പറഞ്ഞു. ട്രംപ് ഇറാന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുകയും ലബനനിൽ വെടിനിർത്തലിന് സമ്മതിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ നിർബന്ധിക്കുകയുമായിരുന്നുവെന്നും ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തു. ശത്രുവിന്റെ സ്വഭാവം വഞ്ചനാപരമായതിനാൽ രാജ്യം ജാഗ്രത പാലിക്കണമെന്നും വെടിനിർത്തൽ ലംഘിക്കുന്നതിനെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ശത്രുക്കൾ പലതവണ വെടിനിർത്തൽ ലംഘിച്ചിട്ടുണ്ടെന്നും അതിനാൽ ജാഗ്രത തുടരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെടിനിർത്തൽ ഇസ്രയേലിന്റെ സൈനിക പരിമിതികളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് ഹമാസ് വക്താവ് പറഞ്ഞു. ഇസ്രയേലിന് മേൽ വെടിനിർത്തൽ അടിച്ചേൽപ്പിക്കുന്നതിലൂടെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെട്ടുവെന്ന് ലബനനിലെ ഇസ്ലാമിക പ്രതിരോധം ഒരിക്കൽ കൂടി തെളിയിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഇറാനിയൻ മാധ്യമമായ IRIB ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അമേരിക്ക ഇറാൻ യുദ്ധത്തിന് പിന്നാലെ ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായിരുന്നു. ഇസ്രയേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടലുകൾ നടന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ വെടിനിർത്തൽ പ്രഖ്യാപനം വരുന്നത്. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങളുടെ ഫലമായാണ് 10 ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രയേലും ലബനനും തയ്യാറായതെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായുള്ള ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി മികച്ച ചർച്ചകൾ നടത്തിയതായി ട്രംപ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാനം കൈവരിക്കുന്നതിന്റെ ഭാഗമായി വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഇരു നേതാക്കളും സമ്മതിച്ചതായും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. പശ്ചിമേഷ്യ നിർണായക ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോഴാണ് ഇസ്രയേൽ ലബനൻ അതിർത്തിയിലെ ഈ വെടിനിർത്തൽ എന്നത് ശ്രദ്ധേയമാണ്. ശാശ്വത സമാധാനം കൈവരിക്കുന്നതിനായി ഇസ്രയേലുമായും ലബനനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ US വൈസ് പ്രസിഡന്റ് JD വാൻസിനോടും വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോടും US ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്നോടും നിർദ്ദേശിച്ചതായും ട്രംപ് പറഞ്ഞു. നേരത്തെ 34 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇസ്രയേൽ ലബനൻ ഭരണത്തലവന്മാർ നേരിട്ട് സംസാരിക്കുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു. വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെയായിരുന്നു ചർച്ച തീരുമാനിച്ചിരുന്നത്. ഇതിന് മുന്നോടിയായി ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്ന US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഔൻ സംസാരിച്ചിരുന്നു. ലബനാനിൽ വെടിനിർത്താതെ ചർച്ച മുന്നോട്ടു പോകില്ലെന്ന് ഔൻ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് നെതന്യാഹു നിലപാട് മാറ്റിയത്. അതേസമയം വെടിനിർത്തൽ വാർത്ത സ്ഥിരീകരിച്ച ഇസ്രയേൽ പക്ഷേ ലബനാനിൽ സൈന്യം തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ലബനാനുമായി വെടിനിർത്തൽ ധാരണയിലെത്തിയ വിവരം ഇസ്രയേലിന്റെ സുരക്ഷാ ക്യാബിനറ്റ് അംഗങ്ങളെ ഫോണിലൂടെയാണ് നെതന്യാഹു അറിയിച്ചത്. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് 5 മിനിറ്റ് മുമ്പ് മാത്രമാണ് മന്ത്രിമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരം കൈമാറിയത്. വിവരം നേരത്തെ അറിയിക്കാത്തതിൽ മന്ത്രിമാർ അതൃപ്തി പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ നെതന്യാഹുവിനെയും ലബനാൻ പ്രസിഡന്റിനെയും ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചു. 1983 ശേഷം ഇസ്രയേലും ലബനാനും തമ്മിലുള്ള ആദ്യ അർത്ഥവത്തായ ചർച്ചകൾക്കായി ഇരുവരെയും വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിക്കുന്നു. ഇരുപക്ഷങ്ങളും സമാധാനം കാണാൻ ആഗ്രഹിക്കുന്നു. അത് വേഗത്തിൽ സംഭവിക്കുമെന്നും വിശ്വസിക്കുന്നതായും ട്രംപ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.